നോക്കാം നമുക്ക് തോൽപ്പാവക്കൂത്ത് സംഘത്തിൻ്റെ കേരളത്തിലെ അതിപ്രാചീനമായിട്ടുള്ള ആദിമ സിനിമയായിട്ടുള്ള തോൽപ്പാവക്കൂത്തിൻ്റെ രഹസ്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതാണ് ചെഞ്ചില്യം എന്ന് പറയുന്ന സംഗതി. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതൊരു മരത്തിന്റെ ഗമ്മാണ്. ഇത് നമ്മൾ പൗഡർ ചെയ്ത് എടുക്കുന്നതാണ്. ഇത് നല്ല ഈരത്തോർത്തുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ കൈ തട്ടി അവിടെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ എടുത്ത് ഒരു പ്രത്യേക സ്പീഡ് ആൻഡ് ആക്സിലറേഷൻ നമ്മളിങ്ങനെ എറിയുമ്പോൾ അതിങ്ങനെ ഫയർ പ്രൊഡ്യൂസ് ആവും. ഇതിങ്ങനെ 21 വിളക്കിൽ നമ്മൾ എറിഞ്ഞ് ഇത് പ്യൂരിഫൈ ചെയ്യും. ഇത് വെടിമരുന്നല്ല? അല്ല, ഇത് ആക്ച്വലി ഒരു മെഡിസിൻ ആണ്. ഇത് എനിക്ക് വിടാവോ? ഇടാം. കുറച്ച് ഞാൻ ശ്രദ്ധിക്കേണ്ടത് സെന്ററിൽ ഇടരുത്, ഫയറിന് ടിപ്പിൽ ഇടാൻ പാടും. ഓക്കെ. ഇത് പെട്ടത് വിളക്കിൽ ടിപ്പിലിടണം എപ്പോൾ. ഒരു ഫോഴ്സിൽ എറിഞ്ഞാൽ ക്ലിയർ ആയി തന്നെ അത് കിട്ടും. വിളക്കിലേക്ക് ആവാതെ ചെയ്യണം എന്നാ പറയാം. കാരണം തേങ്ങാമുറിയാണ്. ഇത് എന്തിനാണ് ഈ ഹൈലൈറ്റ് ഉപയോഗിക്കുന്നത്? 2-3 കാര്യങ്ങളാണ് ഇത്. നമ്മളൊരു ഫയർ ഒരുപാട് പ്രൊഡ്യൂസ് ആകുമ്പോൾ അവിടെ ഓക്സിജൻ സർക്കുലേഷൻ കൂടും അല്ലേ? അത് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പണ്ട് യൂസ് ചെയ്ത സിസ്റ്റം ആയിരിക്കും. അത് ഞങ്ങളൊരു ജർമ്മനിൽ വന്നൊരു സ്റ്റുഡൻസ് കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ അവരായി മനസ്സിലായ ഒരു കാര്യമാണ്. പ്യൂരിഫൈ ചെയ്യാണിത്. ഒന്ന്, ഈ സാധനം ആയുർവേദിക് മെഡിസിൻ ആണ്. കൂത്തുമാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു വട്ടം അല്ലെങ്കിൽ 7 ദിവസം 14 ദിവസം മാത്രമേ യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരുപാട് പോയിസണസ് ഗ്യാസസ് ഫില്ലായിരിക്കാൻ ചാൻസസ് ഉണ്ട്, മുകളിൽ തട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിട്ട് കഴിഞ്ഞാൽ തന്നെ പ്യൂരിഫൈഡ് ആവും. അങ്ങനെ ഒരു സംഭവം സയന്റിഫിക്കലി ജർമ്മനിൽ നിന്ന് സ്റ്റുഡൻസ് അവർ റിസർച്ചിൽ പറഞ്ഞ സംഭവമാണത്. പിന്നെ അതല്ലാതെ പറയുന്നത് ഹൈലൈറ്റിംഗ് ആണ്. രാമനും രാവണനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ ഫോഴ്സിൽ ഇട്ട് കൊടുക്കുക. അതെ, അതേപോലെ 2 ബാണങ്ങൾ വന്ന് തട്ടുന്ന സമയത്ത് ഇത് ഇട്ടുകൊണ്ട് ലിംഗം. അതെ അല്ലേ? ഇവിടെ കിട്ടില്ലേ സുഭാഷ്? ഇവിടെ ഇരട്ടെ. അത് കുറച്ചുകൂടി ഫോഴ്സിൽ എറിഞ്ഞാൽ ക്ലിയർ ആവും. അത് കുറച്ചുകൂടി അതാണ് അതിന്റെ പ്രൊഫഷണൽ. ഇതിങ്ങനെ കറക്റ്റായി എറിഞ്ഞാൽ ക്ലിയർ ആവും അത്. ഫാന്റാസ്റ്റിക്. ഇതെന്തായാലും സ്പെഷ്യൽ എഫക്റ്റ് ഇതാണ് സിനിമയിൽ കാണുന്ന സ്പെഷ്യൽ എഫക്റ്റിന് പകരമായിട്ട് അന്ന് കാലത്ത് ഉപയോഗിച്ച, അതായത് യുദ്ധങ്ങൾ തമ്മിൽ ഗതകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ബാണങ്ങൾ തമ്മിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ബാണങ്ങൾ കൂട്ടിമുട്ടുക. അപ്പോൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് സ്പെഷ്യൽ എഫക്റ്റ് അദ്ദേഹം കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ചുമ്മാ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇതൊക്കെ. ഓക്കെ, ബാണങ്ങൾ 2 ബാണ, ഒരു ബാണം ഇവിടുന്ന് വരുന്നു, ഒരു ബാണം ഇവിടുന്ന് വരുന്നു. ഓക്കെ, റൈറ്റ് വരുന്നു. പുറമേന്ന് കാണുമ്പോൾ നല്ല രസം. അത് മാത്രമല്ല രാവണൻ എൻട്രി അടിപൊളിയല്ലേ? രാവണൻ ആരാ? പവർഫുൾ അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പൊ രാവണനൊക്കെ കയറി വരുമ്പോ ഈ ഫയറൊക്കെ ഇട്ടിട്ട് രാവണൻ എന്നൊക്കെ പറയുമ്പോൾ പുറമേയുള്ള ഒരു മൊത്തം അതിലേക്ക് കോൺസെൻട്രേറ്റ് ആകും. 42 അടി സ്റ്റേജിൽ. എന്തായാലും ഇത്ര മനോഹരമായിട്ട് നമ്മുടെ ആ കലാപാരമ്പര്യത്തിൽ, അതാ സിനിമയിൽ തനിമയോടെ, കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ബയോളജി ഓഫ് മൂവി, ശരിക്കും കെമിസ്ട്രി ബയോളജി ഓഫ് ദ മൂവി എന്ന് പറയുന്ന സാധനം ഇത്തരം സംഗതികൾ പിന്നരങ്ങിൽ നിന്ന് ഇത്ര കാര്യങ്ങൾ ഇത്ര വിസ്മയകരമായുള്ള കാര്യങ്ങൾ കാണിക്കാൻ പാകത്തിലുള്ള ഒരു കലാരൂപം, അതാണ് പാവക്കൂത്ത്.